ഞാൻ ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഫെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പൈസ ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അഖില ഹലോ, വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇരവാദവുമായിട്ട് ബിഗ് ബോസിനെതിരെ നിരവധി ആളുകൾ, ഇപ്പം 2 പേരായി, ഇനി എത്രയോ പേരെത്താനായിട്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഇനി ഇത് തുറന്നു പറയാനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഈ സിനിമ എന്ന് പറയുന്ന മായിക ലോകത്ത് മാത്രമല്ല, ഈ വെള്ളിത്തിരയിൽ, ടെലിവിഷൻ സ്ക്രീനിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾക്ക് പിന്നിൽ ഇതുപോലെ ഒരുപാട് ചരിത്രമുണ്ട്. ഈ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് ഇതല്ലേ. ഞാൻ ഒരിക്കലും ഓർത്തില്ല ബിഗ് ബോസിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ശരിക്കും ഈ പെൺകുട്ടികൾ ചെയ്ത പോലാണ് ചെയ്യേണ്ടത് അല്ലേ. അല്ലാതെ എല്ലാത്തിനും നിന്നുകൊടുത്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവർ ഉദ്ദേശിച്ച ആ ഒരു റോള് കിട്ടിയില്ല, ആ സംഭവം അവർ ഉദ്ദേശിച്ചതുപോലെ അവർക്ക് ലൈഫിൽ എത്താൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇരയായി എന്ന് പറയുന്ന ലേഡീസിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പും ഇല്ല. കാര്യം എല്ലാത്തിനും വെല്ലിങ് ആയിട്ട് പിന്നെ വിളിച്ചു പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ഇതുപോലെ ഒഴിഞ്ഞു മാറിയതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇങ്ങനെയല്ലേ പറയേണ്ടത്? ശരിക്കും ഇങ്ങനെയുള്ള പെൺകുട്ടികളാണ് നമുക്ക് വേണ്ടത്, ഇങ്ങനെയുള്ള ആളുകളാണ് വേണ്ടത്. ഇതുപോലെ ഒരു 10 പേര് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പരിധിവരെ അല്ല, അവസാനിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് ചെല്ലുന്ന, അങ്ങോട്ട് ഓഫർ വെക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത്. കാര്യം വെള്ളിത്തിരിയിൽ മിന്നുക, അല്ലെങ്കിൽ ഫെയിം ആകുക, ക്യാഷ് സമ്പാദിക്കുക, ഫെയിമാകുക, പ്രശസ്തി എന്ന് പറയുന്നതിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ സിനിമയൊക്കെ കാണുമ്പോൾ എന്തൊരു രസമാണല്ലേ. അതിലെ എന്തൊരു ബഹുമാനവും ആരാധനയുമാണ് ഫിലിം സ്റ്റാറിനോട്. എനിക്ക് ഒരിക്കലും തോന്നാത്തൊരു കാര്യമാകട്ടോ. എനിക്ക് ഒരിക്കലും ഈ ഫിലിം സ്റ്റാർ എന്ന് പറയുന്ന ഒരു സംഭവത്തോട് എനിക്ക് ഒരിക്കലും ഒരു ബഹുമാനവും ആരാധനയും തോന്നി. സിനിമ കാണുവാണെങ്കിൽ അതിലെ ആ ക്യാരക്ടർ ഇഷ്ടമാണെങ്കിൽ കൊള്ളാം എന്നുള്ളതല്ലാതെ എനിക്ക് ഒരു സ്റ്റാറിനോടും ഒരിക്കലും ഞാനോർക്ക് ആളുകൾ എന്തിനാണ് ഇവരുടെ പുറകെ പോകുന്നത്? ഫോട്ടോ എടുക്കാൻ എന്ത് നന്മ ചെയ്തിട്ടാണ്? ഇവരൊരു ക്യാരക്ടർ ചെയ്തു, എല്ലാവരും ജോലി ചെയ്യുന്നത് പോലെ ഇവരുടെ ജോലിയാണ് അഭിനയിക്കുക എന്നുള്ളത്. അത് വെള്ളിത്തിരയെ ഇഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് വെള്ളിത്തിരയിൽ നിറഞ്ഞാടുന്ന ആളുകൾക്ക് പുറകെ ആളുകൾ ഇങ്ങനെ ഈ ചക്കര കണ്ടു കഴിയുമ്പോൾ ഈച്ച പൊതിയുന്നത് പോലെ ഇങ്ങനെ അങ്ങ് പൊതിയാണ്. എന്നിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന അവഹേളനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റെടുത്തിട്ട് കുറച്ച് ആളുകൾ ഞാൻ സെൽഫിക്ക് ചെന്നപ്പോൾ ആ ഭാവം കാണിച്ചു, ഈ ഭാവം കാണിച്ചു, അല്ലെങ്കിൽ മൈൻഡ് ചെയ്തില്ല, ആട്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ എന്തിനാണ് ഇവരുടെയൊക്കെ പുറകെ പോകുന്നത്? ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിയുമ്പം ഏറ്റവും അവഹേളിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയാണ് ഈ സിനിമാ ഫീൽഡിലും ഒക്കെ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. എല്ലാവർക്കും ഉണ്ടാകുന്ന, ഇപ്പം നിങ്ങൾക്ക് ഒരാൾക്കും സംശയം വേണ്ട, ഇപ്പോൾ ഒരു മൂവിക്ക് വേണ്ടിയിട്ടല്ലോ ഒരു കൺട്രോളറെ ജസ്റ്റ് നിങ്ങൾ ഒരു കോൺടാക്ട് നമ്പർ സംഘടിപ്പിച്ചിട്ട്, അവർക്ക് റിയലാണെന്ന് തോന്നണം, എനിക്കിങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എങ്ങനെയാണ് എന്നൊന്ന് ചോദിച്ചു നോക്കൂ. രണ്ടാമത്തെ തവണ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും, സിനിമയാണ് അറിയാമല്ലോ, അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും, ഇതായിരിക്കും കിട്ടുന്നത്. ഇനി ഇങ്ങനെ അല്ലാത്ത ആളുകളില്ല എന്ന് ഞാൻ പറയില്ല, എവിടെയെങ്കിലും ഉണ്ടാവും എന്നേ പറയാൻ പറ്റൂ. ബൈനോക്കുലർ വേണം കണ്ടുപിടിക്കേണ്ടി വരും. ഒട്ടുമിക്കതും 100 ആളുണ്ടെങ്കിൽ 99% ആളുകളും ഈ സിനിമ ഫീൽഡ് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇപ്പം അതും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയിൽ നടക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണല്ലേ, എന്തൊരു നാടാണിത്. ഇപ്പോൾ ഇതുപോലെ ആളുകൾ വന്ന് തുറന്ന് പറഞ്ഞിട്ടും അതിനെ ഒരു പുറംകാലം കൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് ഈ ഷോയെ പിന്നെയും മാനോളം പുകഴ്ത്തി അതിൻ്റെ പുറകെ പോകുന്ന ആളുകൾ, നമ്മളെപ്പോലുള്ള ആളുകൾ, ഇതൊക്കെ എന്തെങ്കിലും സൈഡിൽ നടക്കട്ടെ, നമുക്കിത് കണ്ടാൽ മതി, നമ്മളിത് ആസ്വദിച്ചാൽ മതി, നമുക്കിതിൽ ഒരു പ്രശ്നവും ഇല്ല. പിന്നെയും അവരെ പറ്റി പാടി പുകഴ്ത്തി കുറേ വീഡിയോസ് ചെയ്ത്, ജാസ്മിൻ അങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, അയ്യോ ബിഗ് ബോസിനെ ജ്വലിപ്പിച്ചു കൊണ്ടുപോകുന്ന കുറേ ആളുകൾ. ശരിക്കും നമ്മളൊക്കെ തന്നെയല്ലേ തെറ്റുകാർ?
ഒരു ഷോ മാനം മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നു, അതിൽ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, നമ്മളിത് എൻജോയ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് ആസ്വദിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒന്നും യാതൊരു കുഴപ്പമില്ല. ഇത് ഇത്ര വേസ്റ്റായിട്ട് ഇത്ര വൃത്തികെട്ട രീതിയിൽ സെലക്ഷൻ നടത്തിയിട്ട് ആളുകളെ ഇതിലേക്ക് എടുത്തിട്ട് പെണ്ണുങ്ങളെ ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അപ്രോച്ച് നടത്തിയിട്ടാണ് ഈ ഒരു ഷോ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ ഇതാണ് എന്നറിയുമ്പോഴും നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിലെ വിഷ്വൽസ് കാണാനായിട്ട് നമ്മൾ TV ഓൺ ചെയ്യുന്നുണ്ട്, മൊബൈലിൽ ഇതിനു വേണ്ടി സമയം ചെലവാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നീതിയാണ് ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെയുള്ള ചാനൽ ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ എന്നറിയുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, ഈ ഷോ നമ്മൾ ബഹിഷ്കരിക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പൊതുജനം എല്ലാം ഒരേ സ്വരത്തിൽ ഒരേ മനസ്സോടെ അത് ചെയ്താൽ തന്നെ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കാര്യം നമുക്കല്ല ഇത് സംഭവിക്കുന്നത് എന്നിരിക്കെ നമുക്കിത് സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മളിതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും പാടില്ല. നാളെ നമ്മുടെ ആർക്കെങ്കിലും ഇത് സംഭവിക്കാൻ പാടില്ല എന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ട് ഒരു വിഭാഗം ഇങ്ങനെ പുറകിൽ ചൂഷണം ചെയ്യപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഇതൊന്നും കാണിക്കാത്ത ഇതിനെപ്പറ്റി ഒന്നും അയ്യോ നമ്മളെന്തോ വലിയ സംഭവമാണ്, നമ്മൾ ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള ഫേസും കാണിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ നമ്മൾ ചതിക്കപ്പെടുന്നത്, കബളിപ്പിക്കപ്പെടുന്നത്? ഇപ്പം ഈ 2 പെൺകുട്ടികൾ തന്നെ അഖിൽമാരാര് പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും ഒരു അനുഭവം അല്ല പറഞ്ഞത്, ആർക്കോ എവിടെയോ ഉണ്ടായി എന്നല്ല പറഞ്ഞത്, സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത്. അതിൽ പറയാനുള്ള കാരണം അഖിൽമാരാരാണ് കേട്ടോ. അയാളത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവരിത് പറഞ്ഞത്. ഇവർ തെളിവ് സഹിതം അവർക്കുണ്ടായ അനുഭവമാണ് പറഞ്ഞത്. അത് പറയുമ്പോഴെങ്കിലും നമ്മളെന്ന് പറയുന്ന പ്രേക്ഷകർക്കൊന്ന് ചിന്തിച്ചൂടെ? നമ്മൾ ഇനി ഈ ഷോയെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് ചിന്തിച്ചൂടെ? ഇതൊന്നും ഞങ്ങൾക്ക് ബാധകവേ അല്ല എന്നുള്ള രീതിയിലാണ് ഒരു പറ്റം യൂട്യൂബേഴ്സ് വീണ്ടും ഇത് കണ്ടിട്ട് ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്തുകൊണ്ട് ഇത്രയധികം തെളിവുകൾ വന്നിട്ടും ഇതിനെപ്പറ്റി വീണ്ടും പുകഴ്ത്തിക്കൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇഷ്ടത്തോടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുന്ന ഒരു ഷോ അല്ല എന്നുള്ളത് 100% തെളിഞ്ഞു കഴിഞ്ഞിട്ടും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം മൂല കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പൊതുജനം തന്നെയാണ്, നമ്മൾ തന്നെയാണ്, പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലേ? എന്ത് പറയാനാണ് അതിൽ കൂടുതൽ? ഓരോ ഫിലിം സ്റ്റാർസിനെയും ഓരോ ആളുകളെയും ഞാൻ സിനിമയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അഭിമാനം തോന്നുന്ന ഓരോ ആളുകൾ എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത ആളുകൾ തന്നെയാണ്. കാര്യം അവരെ ആ മട്ടും ഭാവവും രീതിയും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഞാൻ സിനിമയെ അടച്ചാക്ഷേപിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ആളുകൾക്ക് അവസരം കിട്ടിയാൽ നമ്മൾക്ക് ഒരവസരം കിട്ടിയാൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഒരിക്കലും പുറകെ നടക്കില്ല. ഇതിൻ്റെ പുറകെ എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പുറകെ നടക്കില്ല. ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തിരിക്കാം. പരിചയക്കാരുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്തിരിക്കാം. ഇതിൻ്റെ പുറകെ നടന്ന ഏതെങ്കിലും രീതിയിൽ ഇതിൽ കയറിപ്പറ്റി ഫെയിം ഉണ്ടാക്കിയിട്ട് അത് ഭയങ്കര സംഭവമാണ്, ഇവരെ വലിയ ആളാക്കി വെക്കുന്നത് നമ്മളെല്ലാവരും തന്നെയാണ്. നമ്മൾ മനുഷ്യരാണ്, ഇതെന്തോ സംഭവമാണ് എന്നുള്ള രീതിയിലേക്ക് ഈ വെള്ളിത്തിരയിലെ ഫിലിം സ്റ്റാർസിനെ എത്തിച്ചു വെക്കുന്നത്. അതും ആസ് യൂഷ്വൽ മനുഷ്യരാണ്, അവരും ഇതേപോലെ നമ്മളെപ്പോലെ തന്നെയല്ല, സാധാരണ ജനങ്ങളെപ്പോലെ അല്ല, അവരെപ്പോലെ മാന്യമായിട്ട് ജീവിക്കുന്നവരായിരിക്കില്ല മിക്ക സിനിമാക്കാരും എല്ലാവരും എന്ന് ഇതിൽ ഞാൻ പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അതിൽ വളരെ കുറച്ച് മാത്രമേ മാന്യമായിട്ട് ജീവിക്കുന്നവരുണ്ടാവുള്ളൂ. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഷോയെങ്കിലും പൊതുജനങ്ങൾക്ക് ഇതൊന്ന് നിർത്തലാക്കാൻ പറ്റണം. ഇതിങ്ങനെയാണ് നടക്കുന്നത്, ഈ ഷോ മുന്നോട്ട് പോകുന്നത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നാമ്പുറങ്ങൾ ഇതാണ് എന്നറിഞ്ഞപ്പോഴെങ്കിലും ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. ഇതിനെതിരെ നമ്മുടെ പ്രതികരണം എങ്ങനെയാവണം? നമ്മളിത് കാണാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല അത് നടക്കുന്ന കാര്യമൊന്നും ആണെന്ന് തോന്നുന്നില്ല, പക്ഷേ എനിക്കിത് പറയാൻ തോന്നി. ഞാൻ കാണാറില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഷോ തന്നെയായിരുന്നു. ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ലേ, ഈ 2 പെൺകുട്ടികളുടെ ഈ വെളിപ്പെടുത്തലും കൂടെ വന്നു കഴിഞ്ഞപ്പം അഖിൽമാരാർ പ്രതികരിച്ച ശേഷം ആരാണ് അറിയാതെ അയാൾ പറഞ്ഞ ഒരു അലിഗേഷൻ ഞാനത് അത്ര ആരാണെന്ന് പറയാത്തത് കൊണ്ട് തന്നെ എനിക്കതത്ര കാര്യമായിട്ട് തോന്നിയില്ല. കാര്യം സംഭവമുള്ളതാണെന്നറിയാം, പക്ഷേ എനിക്കെന്തോ അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ 2 പെൺകുട്ടികൾ പറഞ്ഞപ്പം അവർ ആരാണ്, തങ്ങൾക്കുണ്ടായ അനുഭവമല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തിനാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇങ്ങനെയുള്ളൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോ, ഒരു നീതിയും പുലർത്താത്ത ഒരു ഷോ, ഒരു കാസ്റ്റിംഗ് നടത്തുമ്പോൾ തന്നെ ആ പെൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടി പറഞ്ഞ കാര്യമുണ്ട്. ഇൻ്റർവ്യൂ ഓഡീഷൻ നടത്തുമ്പോഴൊക്കെ ചോദിക്കുന്ന വേസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് വേറെ കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് വേറൊരു റിലേഷൻ ഉണ്ടാകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അതങ്ങനെയായ എന്താ കുഴപ്പം? അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ലേ അങ്ങനെ ആവുന്നത്? അതിനൊക്കെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് എന്നുള്ള രീതിയിൽ സെക്ഷുവൽ ടോക്സ് അതാണ് അവർക്ക് ഇഷ്ടം.
അങ്ങനെ കുറേ സംസാരിക്കുക. അതിനെ ഇവർ അങ്ങനെയുള്ള ആടിക്കുഴഞ്ഞ് മറിഞ്ഞ് ഇവരുടെ കൂടെ അത് സപ്പോർട്ടായിട്ട് പോകും, അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിക്ക് നിൽക്കും എന്നുള്ള ആളുകളെ ആയിരിക്കും അവർക്ക് ആവശ്യം. ഒരാൾക്ക് നടന്നാലും 9 പേർക്ക് നടന്നാലും പൊതുവെ ഇങ്ങനെ ഒരു പരിപാടിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോയിൽ അങ്ങനെയാണ് എന്നേ പറയൂ. അപ്പം മാക്സിമം ഇനിയൊക്കെയുള്ള കാലങ്ങളിൽ എനിക്ക് തോന്നില്ല കുടുംബമായിട്ട് നന്നായിട്ട് ജീവിക്കുന്ന ഒരാൾ ഈ ഷോയിൽ ആളുകളെ വിടാനായിട്ട് തയ്യാറാകും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നൊരു കാര്യമാണ്, ഇന്നത്തെ കാലത്ത് നാണം കെട്ടിട്ടാണേലും മാനം കെട്ടിട്ടാണേലും എങ്ങനെയാണേലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശരി, അതായിക്കോട്ടെ, അത് അവരവരുടെ ഇഷ്ടം. താങ്കൾ എന്ത് ചെയ്യണം, അവനവൻ എന്ത് ചെയ്യണം എന്ന് അവനവനാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു പറയാൻ നിൽക്കരുത്. എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ പീഡനം സഹിക്കേണ്ട വന്നു, അത് ചെയ്യേണ്ട വന്നു, എങ്ങനെ വിളിച്ചു പറയാൻ നിൽക്കരുത്. ഈ പെൺകുട്ടികൾ പറഞ്ഞതുപോലെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് വിളിച്ചു പറയുകയാണെങ്കിൽ റൈറ്റാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു ഇതെങ്കിലും. സീരിയലുകളിൽ ഇങ്ങനത്തെ പിന്നാമ്പുറ സംഭവങ്ങളുണ്ട്. സീരിയലുകളിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് എല്ലാം നേരിടേണ്ടി. നമ്മുടെ നിഷ സാരംഗ് തന്നെ, അവർ തന്നെ എത്രയോ പറഞ്ഞു, അവർ അത്രയും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് അവർക്കുണ്ടായ സംഭവങ്ങൾ അവർ കരഞ്ഞ് പറഞ്ഞത് എല്ലാവർക്കും അറിയുന്നതാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുമാണ്. അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായ ഒരാളാണ് അവർ. അത്ര കഴിവുള്ള ഒരു സ്ത്രീ. അവർക്ക് എവിടെ എത്തേണ്ടതാണെന്നറിയോ അവരുടെ കഴിവ് വെച്ചിട്ട്. സിനിമ ഫീൽഡിൽ അവർ മിന്നുന്ന താരമായിട്ട് എവിടെ എത്തി നിൽക്കേണ്ട ഒരാളാണെന്നറിയോ. അവരൊന്നും ആകാതെ പോയത് ഇപ്പോൾ ആ ഒരു ഉപ്പുമുളകിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് കയറി വന്നിട്ട് ചെറിയ ചെറിയ വേഷങ്ങളിൽ ഒതുങ്ങുന്നുണ്ടെങ്കിൽ അവരെ തന്നെ പണയം വയ്ക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. അവരിലെ സ്വഭാവ മഹിമ കൊണ്ടാണ് അവരിങ്ങനെ ഒന്നും അല്ലാതായി നിൽക്കുന്നത്, ഇപ്പോൾ കുറച്ച് വേഷങ്ങൾ ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ നല്ല പ്രായത്തിലൊക്കെ അവർ ഒരുപാട് റോളുകൾ ചെയ്ത് വലിയ നിലയിലെത്തേണ്ട ഒരു സ്ത്രീയാണ്. മറ്റുള്ളവരുടെ പാട്ടത്തിനനുസരിച്ച് തുള്ളുന്ന ഒരാളായിരുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നല്ല ക്യാരക്ടറുള്ള സ്ത്രീയാണ്. അന്ന് കരഞ്ഞ് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ്. അപ്പോൾ ഇതാണ് ഇത്. ഈ സിനിമയ്ക്ക് പുറത്തും ഇതേപോലുള്ള ഷോകൾക്ക് പുറത്തും ഒക്കെ നടക്കുന്ന സംഭവം ഇതാണ്. ഇനിയുള്ള കാലത്തെങ്കിലും മനുഷ്യന് കുറച്ച് വിവേകമുണ്ടാകുക, ഇങ്ങനെയുള്ള മിന്നുന്നതിൻ്റെ എല്ലാം പുറകെ പോകാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.